നടരാജ എന്നെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷൻ വരെ വരാനുള്ള മനസ്സെങ്കിലും നിനക്ക് തോന്നിയല്ലോ. വലിയ കാര്യമായി പോയി കേട്ടോ. പൈസ വെച്ചപ്പോ നീ തന്നില്ല, പോട്ടെ, ഇതൊക്കെ എന്റെ മനസ്സിലുണ്ട്. ബുദ്ധി അപാരം തന്നെ. എന്തോന്ന് ബുദ്ധി? അല്ല, നീ ഉദ്ദേശിച്ചതാണ് ഞാൻ മറ്റേ സുനാമി കടയിൽ പോയി സാരി വാങ്ങിച്ചതാണോ? അതെ, നീ ഇതൊന്നും ആരോടും ചെന്ന് പറഞ്ഞേക്കരുത് കേട്ടോ. സംഭവം എന്നാലും യുവന്മാര് ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നേ. സുനാമി അടിച്ചപ്പോൾ ആൾക്കാർ കൊടുക്കാനെന്ന് പറഞ്ഞ തുണികൾ മേടിച്ചിട്ട് അത് കൊണ്ടിട്ട് മറു കച്ചവടം ചെയ്യുക. അല്ല, അതുകൊണ്ട് നമുക്കും ഗുണമുണ്ടായി. പൈസ കുറഞ്ഞ് നമുക്ക് സാധനം മേടിക്കാൻ പറ്റിയില്ലേ. നീ ഈ കടയൊക്കെ എങ്ങനെ കണ്ടെത്തിയിടേ? നീ ഇവിടെ നിന്ന് തന്നെ സാരിയൊക്കെ മേടിച്ച് ഭാര്യയെ പറ്റിക്കുന്നതല്ലേ? ഞാനേ അവിടെ വീട്ടിലെ പെണ്ണുങ്ങളോട് പറഞ്ഞിങ്ങനെ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ സാരിയൊക്കെ കൊണ്ടുവരുമെന്ന്. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുക. കുഴപ്പമില്ല, വലിയ പ്രശ്നമുള്ള സാധനമൊന്നും അല്ല, വൃത്തിയുള്ള സാരിയൊക്കെ തന്നെ. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഡൽഹി ഭയങ്കര ഒരു അനുഭവമായിരുന്നു കേട്ടോ. നീ കാണേണ്ടതായിരുന്നു ഡൽഹിയൊക്കെ. സാരമില്ല, 2 മാസം കഴിഞ്ഞ് അടുത്ത് ഞാൻ പോണുണ്ട്. അപ്പോഴേക്കും നിന്നെ കൊണ്ടുപോവാ കേട്ടാ. പക്ഷെ അപ്പോഴത്തെ ചെലവിന്റെ കാശ് മുഴുവൻ നീ വഹിക്കേണ്ടി വരും. നീ വഹിക്കോ ഇല്ലയോ? എന്നെ കൊണ്ടുപോയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വഹിക്കും. വഹിച്ചാ മതി. പിന്നെ എൻ്റെ ഒരു പി ആയിട്ട് ഞാൻ നിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട് അവിടെ. എനിക്കൊരു സ്ഥാനമൊക്കെ ഉടനെ ഉണ്ടാവും. അതൊക്കെ ഞാൻ ഇപ്പൊ പറയുന്നില്ല, അതൊക്കെ സർപ്രൈസാണ് കേട്ടാ. അനിയാ ഡിക്കൊന്ന് തുറന്നേ. അല്ല നടരാജ, നിന്റെ ഡ്രൈവർ പോയി ഈ പെട്ടിയൊന്നും എടുത്ത് പുറത്ത് വെച്ച് തരൂലേ? അവനെ ആളിച്ചിരി കുഴപ്പക്കാരനെ, അവനെ മാറ്റുന്നതായിരിക്കും നല്ലത് കേട്ടോ. അവൻ ഞാൻ പെട്ടിയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. കേന്ദ്രത്തിലൊക്കെ പോണ്ടേ? പിന്നെ ഇങ്ങനെ ഒന്ന് പിടിക്ക് കേട്ടോ. എന്നാ നടരാജൻ വിട്ടോ. ശരി, ഓക്കെ, കാണാം. എഴുത്ത് കാണാം. അനിയാ പോട്ടേടേ. ശരി നടരാജ, കാണാം. അമ്മേ, ദേ ക്ലീറ്റ വന്നു. പാടി ക്ലീറ്റ. എടി തക്കളി എവിടെ? അവളുടെ ഉഷ്ണി എന്തായി മന്ത്രിയാക്കിയോ? മന്ത്രി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിയാക്കാനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കണേ. കാരണം എന്റെ സമ്മതം ഇല്ലാതെ അവർക്ക് എങ്ങനെ മന്ത്രിയാക്കാൻ പറ്റില്ലല്ലോ. നീ അങ്ങനെ സമ്മതിക്കാത്ത എന്തായിരുന്നു? അമ്മ ഞാൻ സമ്മതിച്ചു, പക്ഷെ ഇനിയിപ്പോ ബാക്കി 2 മാസം സമയം പറഞ്ഞേക്കാം, അതിനകത്ത് മന്ത്രിയാക്കും. അത് ആക്കുമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ആക്കിയതുപോലെ തന്നെ. പക്ഷെ അവർക്ക് ഈ ആൾക്കാരുടെ മുമ്പിൽ TV-യില് ഇതിനൊക്കെ മുമ്പിൽ അറിയിക്കണത് ഒരു ദിവസമുണ്ട്. സത്യപ്രതിജ്ഞ ഒപ്പിട്ട് കൊടുത്തല്ല. ഒപ്പ് ഞാൻ മനസ്സുകൊണ്ട് ഒപ്പിട്ടൊക്കെയാണമ്മ. ഇനി ബാക്കി ഒപ്പം അന്ന് പോകാൻ പോണിടെ. സാരി എവിടെ? എല്ലാവർക്കും സാരി എന്നുള്ളൊരു ചിന്ത. അല്ലെങ്കിൽ ഒരാൾ ഇത്രയും ദൂരെ യാത്ര കഴിഞ്ഞ് പറഞ്ഞാണ് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര, വല്ലതും കഴിച്ചോ കുടിച്ചോ ഒന്നും ചോദിക്കരുത് കേട്ടോ. കുടിച്ചോ? നിനക്കൊന്നും തന്നില്ലേ അമ്മ? ആഹാരം കിട്ടിയാലും ഞാൻ പറയാം. എന്നാലും അവിടെ മഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ചെറുതായിട്ടും. അപ്പൊ അതുകൊണ്ട് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായി. ആ ഹോട്ടലൊക്കെ, ഉദ്ദേശിച്ച ഹോട്ടലൊക്കെ പറഞ്ഞില്ലേ. പിന്നെ ആകെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, എന്നെ ഇടവും പോലും തിരിയാൻ സമ്മതിക്കല. അയാളുണ്ടല്ലോ, അയാൾക്ക് നടക്കാൻ പോകുമ്പോൾ ഞാൻ വേണം, അയാൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോകുമ്പോൾ ഞാൻ വേണം, പിന്നെ അയാളുടെ ഒരു പേരക്കുട്ടിയുണ്ട്, അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ അതിന്റെ കൂടെയും ഞാൻ വേണം. അപ്പൊ കുളിച്ചാന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ നീന്തൽ അറിഞ്ഞുകൂടെങ്കിലും കുറേയൊക്കെ ഞാൻ പഠിച്ചു, വെള്ളവും കുടിച്ചു. പിന്നെ എന്താ ചുരുക്കം പറഞ്ഞ അയാള് മൂത്രം ഒഴിക്കാൻ പോണേലും ഞാൻ എന്തൊരു മനുഷ്യനാണ് പോയി. അങ്ങനെ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ആഹാരം, ഹിന്ദി ആഹാരം അവിടെ കിട്ടുള്ളൂ. നമ്മളെ മലയാളി ആഹാരം അത് ഉദ്ദേശിച്ച പോലെ ഒന്നും എനിക്ക് കിട്ടിയില്ല. അതിന്റേതായ ഉണ്ടല്ലേ. ഓ എനിക്ക് പോയ ഇത് നീ എങ്ങനെ ഒരാഴ്ച പിടിച്ചു നിന്ന് സാരി കാണാതെ? ഇവിടെ അത് തന്നെ വർത്താനം. ചേട്ടന്മാരും ചേട്ടൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ബഹളം വെക്കണ്ട. ആദ്യം അമ്മയ്ക്ക്, അമ്മയ്ക്കുള്ളത്. പൊന്നും മരുമോനെ, നീ ഭയങ്കരനാണല്ലോടാ.
എന്താ എന്റെ ആശ അറിഞ്ഞ് തന്നെ നീ വാങ്ങിച്ചല്ലോ. ഇടി നിനക്ക് ഓർമ്മയുണ്ടാ പണ്ട് സുനാമിക്കാരെ സഹായിക്കാനെന്ന് പറഞ്ഞ് കനകൻ എടുത്തു കൊടുത്തത്? നീ ചോദിച്ചിട്ട് ഞാൻ തരാതിരുന്ന്. ശരിയാ എന്റെ മരുമോനെ എനിക്ക് സന്തോഷമായി. എന്റെ ആശ പോലെ നീ എനിക്ക് വാങ്ങിച്ചു തന്നു. അതുപോലത്തെ സാരി തന്നെ ഇഷ്ടപ്പെട്ടല്ലോ അമ്മയ്ക്ക്? അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തരാം ബഹളം വെക്കണ്ട എല്ലാവർക്കും ഉണ്ട്. ഇത് ജമന്തിക്ക് നിനക്കുണ്ട്. കൊള്ളാം കൊള്ളാം. ഇത് നല്ല മെറ്റീരിയല്. നിനക്ക് കളർ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കൊള്ളാല്ലേ? എനിക്ക് ചേരൂല. ചേരും. ഇത് കൊടുത്താലല്ലേ നല്ല ഒതുങ്ങിയിരിക്കും. ബാക്കി എവിടെ? മറ്റേ സാരിക്ക് എടുക്ക. ബാക്കി എന്ത്? 5 സാരി. അയ്യോ ബാക്കി സാരിയില്ല, അതൊരു വലിയ കഥയില്ലേ. ഞാൻ ഈ മന്ത്രിയും വിളിച്ചോണ്ട് ഈ സാരി കിട്ടുന്ന സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ആ കടയെല്ലാം പൂട്ടിക്കുക. GST വന്നപ്പോഴേ ഈ 5000 രൂപയ്ക്ക് 5 സാരി കിട്ടുന്ന കടകളൊക്കെ പൂട്ടി. ഇപ്പൊ അവിടെ ആ പാടെ ഉള്ളത് 5000 രൂപയ്ക്ക് ഒരു സാരി കിട്ടുന്ന കടകളേ ഉള്ളൂ. ഇതിന് 5000 ആണോ? പിന്നെ ഇത് 5000-ന് കിട്ടിയത് ഭാഗ്യം. മന്ത്രിയും കൂടെ ഉണ്ടായിരുന്നോണ്ട് വില കുറച്ച് തന്നതാണ്. ഇത് 5000 ആണോ? പിന്നെ എല്ലാം 5000 രൂപയാണമ്മ. മെറ്റീരിയൽ നല്ലതാ, ആ പ്യൂറാ. കണ്ടോ, പിടിച്ചു നോക്കുമ്പോ അറിയാം. എന്തെന്നായാലും പുറത്തുനിന്ന് കൊണ്ടുവന്ന സാരി എന്ന് പറഞ്ഞാ അതിന്റെ ഒരു ഗമ വേറെ. അപ്പൊ ജമന്തിക്ക് ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കോ? ഓ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിനക്കോടി തങ്കം? തങ്കത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കർത്താവേ സമാധാനമായി. നിങ്ങളെ സാരി പിടിച്ചപ്പോഴേ നല്ല മയ. എന്റെ ഒരു വല്ലാത്ത കട്ടിയുള്ള സിൽക്കല്ലേ അന്ന് നമ്മുടെ സാരി ഞാൻ എടുത്തോളാം. എത്ര രൂപ പറയും? കണ്ണടച്ചൊരു 10000 രൂപ പറയും. അത് മതി. Alien versus Alien.